ഇന്ന് നമ്മുടെ പൂച്ചെടികളുടെ അടുത്താണ് കേട്ടോ. ഇന്ന് കുറേ ദിവസങ്ങളായി ഞാൻ ഓർക്കണത് ഈ ചെടികൾക്കൊക്കെ ഒന്നിത്തിരി വളമിട്ട് കൊടുക്കണത് കുറേ ദിവസമായി ഓർക്കണത്. എപ്പോഴും മറ്റേ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറികൾക്കാണ് വളമിട്ട് കൊടുക്കണത്. ഇതിലിപ്പോൾ ഞാൻ നട്ടിട്ട് അങ്ങനെ വളമിട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾ. പക്ഷേ പൂവിട്ട് തന്നെയുണ്ട്. നിങ്ങൾക്ക് വെയിൽ മാത്രം മതി വേണ്ട ചെടികളാണോ, എന്നാലും നമുക്കത് കാണുമ്പോൾ പൂ കാണുമ്പോൾ വളമിട്ട് കൊടുക്കണമല്ലോ ഇതിന്. ഇത് വൈകുന്നേരം ആകുമ്പോൾ ഇതിന് വളമില്ലാത്തതാണ് ആകെ ഡ്രൈ ആയി നിൽക്കണം. ഇപ്പോൾ ഇന്നലെ വൈകിട്ട് വെള്ളം ഒഴിച്ചാണ് ഇങ്ങനെ നിൽക്കണത്. ഇത് പിന്നെ ഇത്തിരി വളമിട്ട് കൊടുക്കണം. നമ്മുടെ അടുക്കള വേസ്റ്റിൻ്റെ കമ്പോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാമെന്ന് ഓർത്താണ്. ഇതിനെല്ലാത്തിനും ഇട്ട് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ വിങ്കാറോസൊക്കെ വെച്ച് കൊടുക്കണം. വിങ്കാറോസും നമ്മുടെ കൊങ്ങിണിപ്പൂവും പെൻറ്റാസ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കധികം നോട്ടം വേണ്ട ഈ ചെടികൾക്കൊക്കെ ഒന്ന്. ഈ കൊങ്ങിണിപ്പൂവിന് എത്ര പൂവാണ് ഉണ്ടായിരിക്കുന്നത്. ദീദിമ ഒരു കമ്പുമ്പോൾ തന്നെയാണ് ഈ പൂ ഉണ്ടായിരിക്കുന്നത്. ഇതിനൊക്കെ അധികം നോട്ടം വേണ്ട. പക്ഷേ ഇതുങ്ങൾ ഇങ്ങനെ പൂവിട്ട് നിന്നോളും നല്ല ഭംഗിയായിട്ട്. ഇതിൻ്റെ ഒരു വെള്ള ഉണ്ടായിരുന്നത്, ഈ വിങ്കാറോസിൻ്റെ ഒരു വെള്ള കളർ ഉണ്ടായിരുന്നത്, അത് പോയി. എന്നാൽ ഉപ്പള്ളം കയറി പോയി തന്നെ അത് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ പൂവിട്ടാനല്ല. അപ്പോൾ നമുക്ക് ഇത്തിരി വളമിട്ട് കൊടുക്കാമെന്ന് ഓർത്താണ്. ഞാൻ വളം എടുത്തുകൊണ്ട് വരട്ടെ. മണ്ണിര കമ്പോസ്റ്റിൻ്റെ വളം ഇങ്ങനെ നമുക്ക് ഇടാനും ഒക്കെ എളുപ്പമാണ്. കാരണം നല്ല പൊടി പോലെ കിടക്കുകയല്ലേ സംഗതി. കാരണം നല്ല നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് ഇങ്ങനെ ഒരു കാര്യത്തിലിട്ടാവണം നമുക്ക് ഒരു ഉപകാരമാണ്. കാരണം വളത്തിനൊക്കെ ഏതായാലും ഒരുവിധം നല്ല വിലയുണ്ട്. ഉണക്ക ചാണകത്തിന് തന്നെ വിലയുണ്ട്. നമുക്ക് പച്ച ചാണകം കൊണ്ടുവരുന്നത് എന്നാലും നമ്മൾ വീട്ടിലെ വേസ്റ്റ് നമുക്ക് അധികം പണിയില്ലാണ്ട് നമുക്കിത് വളമൊക്കെ എടുക്കാമെന്ന് പറയണതേ ഒരു ഉപകാരം തന്നെയാണ്. നമ്മുടെ വേസ്റ്റ് കളയാൻ വേണ്ട. നമ്മുടെ മാലിന്യങ്ങൾ നമ്മൾ തന്നെ സംസ്കരിച്ച് പഠിക്കണം. അപ്പോഴേ പ്രകൃതിയിലധികം മാലിന്യങ്ങൾ കൂടി വരില്ല. നമ്മൾ തന്നെ മാലിന്യങ്ങൾ കൂട്ടിയിടും. എന്നിട്ടതിൽ പട്ടികളായാലും വന്ന് അതുങ്ങളത് തിന്നുണ്ട്. അതുങ്ങൾ പേപ്പട്ടികളായി മാറും. അന്ന് നട്ട ഈ റോസൊക്കെ ആദ്യം ഒത്തിരി വളമിട്ട് കൊടുക്കട്ടെ. നിങ്ങൾക്ക് ഒന്നും ചെയ്യാണ്ട് വെച്ചേക്കുന്നത് ഒരുവിധം വളമൊന്നും ഇല്ലാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ കയ്യുണ്ണിയാണ് വന്ന് പിടിച്ചിരിക്കുന്നത് റോസയുടെ. അത് കളയണല്ലോ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു ചെടി നിൽക്കുന്നുണ്ട്. എല്ലാം മരുന്ന് ചെടിയായിരിക്കും. എന്നാലും ഞാനത് കളയാണ്. കാരണം അതിൽ പുല്ല് പിടിച്ചാലും നമുക്ക് പണിയാണ്. കയ്യുണ്ണി നമ്മളിടയ്ക്കെടുത്ത് കാച്ചാൻ എടുക്കാറുണ്ട് ഇവിടെ. അപ്പോൾ ആദ്യം തന്നെ ഈ ചട്ടിയിലേക്ക് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇളകി കിടക്കണ മണ്ണാണ്, കുഴപ്പമില്ല. നമ്മൾ ഈ മറ്റേ കൽപ്പൊടിയുടെ മണ്ണ് ഇടുമല്ലോ, അപ്പോഴാണിത് ഒട്ടും ഇളകാണ്ട് വന്നത്. ഇപ്പം വലിയ കുഴപ്പമില്ല. നമ്മൾ പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്ക് ഗ്രോ ബാഗ് കിട്ടുമ്പോൾ അതില്ല മണ്ണ് ഭയങ്കര ഡ്രൈ ആയിരിക്കും. ഇളക്കിയാലും ഇങ്ങോട്ട് പോരില്ല. വെള്ളം ഒഴിച്ചാൽ ഇതിൻ്റെ അടിയിലോട്ട് ഇറങ്ങാത്ത ഒരവസ്ഥയുണ്ട്. പക്ഷെ ഇതങ്ങനെ കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതേ കോവലും എല്ലാവരും പടന്നിട്ട് അങ്ങനെ ഇത് വല്ലാത്തൊരവസ്ഥ കിടക്കുന്ന സ്ഥലമാണ്. കാട് പോലെ കിടക്കുന്നുണ്ട്. വേപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വാഴ കൊണ്ടുവച്ചിട്ടുണ്ട്. വാഴ പക്ഷേ നല്ല രീതിയിൽ വന്നുണ്ട് കേട്ടോ. വാഴ ഒരു ഏത്ത വാഴയുടെ കണ്ണ് അതിനാ ഈ അടുത്ത വീട്ടിൽ ചേട്ടൻ തന്നിട്ടേ അത് നടാണ്ട് ഇരിക്കണായിരുന്നു. പിന്നെ തന്നെത്താൻ മുളച്ചപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൊണ്ട് വെച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ലോണം ഈ നല്ലപോലെ വെള്ളം വീഴും. ഇവിടെ ഇച്ചിരി ബാത്റൂമിൽ കുളിക്കണ വെള്ളമൊക്കെ നമ്മൾ ഈ ഇതിലോട്ട് വീണാനോണെന്ന് എനിക്കൊന്ന് നമ്മുടെ വാഴയ്ക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ വെള്ളമാണ് വേണ്ടതെന്നു. ആ വെള്ളത്തിൻ്റെ ആ ഒരു സംരക്ഷണം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറേ ചവറുകൾ കൂടിക്കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ വാഴ പക്ഷേ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. പിന്നെ ഇതിൻ്റെ അടുത്തൊരു വേപ്പ് നിൽക്കുന്നുണ്ട്. വേപ്പിന് ഇട്ട് കൊടുക്കുക. വേപ്പിൽ കുറേ തൈകളൊക്കെ മുളച്ചേക്കാണ്. പിന്നെ തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് നമ്മുടെ വേസ്റ്റ് വളം ഇതിലോട്ടിട്ട് കൊടുക്കാം. പിന്നെ ഇതിവിടെ ഒരു കുരുമുളക് നിൽക്കുന്നുണ്ട്. കുരുമുളകിനൊക്കെ ഒന്നും നമ്മൾ നടുമ്പോൾ വളമിടലല്ലാണ്ട് പിന്നെ നമ്മൾ അതിലോട്ടൊന്നും നോക്കാറില്ല. പിന്നെ ഇത് കുരുമുളകൊക്കെ പിന്നെ നമ്മൾ പൊട്ടിക്കാൻ മാത്രമേ ചെല്ലാറുള്ളൂ.
ഏതായാലും വളൂറിന സ്ഥിതിക്ക് ഇതിനൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിനൊക്കെ മിറ്റ് വളമിട്ട് കൊടുക്കട്ടെ. ഇതൊക്കെ ഇന്നാളെ നട്ട കുരുമുളകാണ്. ഇതൊക്കെ പെട്ടെന്ന് പിടിച്ചു തന്നെ ഉണ്ട് നമുക്ക്. നമുക്ക് ഈ പൂന്തോട്ടത്തിലെ ചെടികൾക്ക് വിങ്കാറൂസിനൊക്കെ വളമിട്ട് കൊടുക്കും. ഇത്തിരി മണ്ണ് കുറവാണെന്ന് തോന്നുന്നു സംഗതിക്കൊക്കെ. നിങ്ങൾ വൈകുന്നേരം വൈകിട്ട് ഞാൻ വരുമ്പോൾ നിൽക്കണമെങ്കിൽ നമുക്ക് പാവം തോന്നും. കാരണം എന്ന് വെച്ചാൽ ഈ വളമില്ലാത്ത മണ്ണിൽ നിങ്ങൾ ഉണങ്ങി നിൽക്കണമായിരിക്കും. വൈകിട്ടാകുമ്പോക്കും രാവിലെ 2 നേരം വെള്ളം ഒഴിച്ചാലേ ഇവിടെ ഒരു നനവുണ്ടാവുള്ളൂ ചട്ടിയിൽ. കാരണം വെറുതെ പൂഴി മണ്ണ് പോലത്തെ കടപ്പുറത്തെ മണ്ണ് പോലത്തെ കിടക്കുന്ന മണ്ണാണിത്. അതിപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കും ഇത്. പക്ഷേ ഈ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലാവും കേട്ടോ. കമ്പോസ്റ്റിന് വളമുണ്ടല്ലോ നമ്മുടെ എല്ലാത്തിനും വിട്ട് കൊടുത്തേക്കാം. പൂവങ്ങടെ ഉണ്ടായി വെക്കട്ടെ അല്ലേ. ഈ ചെടിയിടാൻ ഈ കോളാമ്പിടെ നീല ഉണ്ടായിരുന്നിട്ടാ നീല, പക്ഷേ ഇത് ഇങ്ങോട്ട് പിടിച്ചില്ല. എന്നെങ്കിലും അച്ഛൻ്റെ വീട്ടിൽ പോകുമ്പോൾ അത് എടുത്തുകൊണ്ട് വരണം. ഉണ്ടായി പൂഴി മണ്ണ് പോലത്തെ മണ്ണാണ് ഇതിൽ ഉള്ളത്. കണ്ടോ, ഉണങ്ങി നിൽക്കുമ്പോൾ ഭയങ്കര പൂഴിയാണ്. ഇന്നത്തെ വീഡിയോ ഇത്ര കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം.